ഇനി കാണാം ടോപ്പ് ഹെഡ്ലൈൻസ്. നവകേരള രേഖയിൽ വ്യക്തത വേണമെന്ന CPIM സമ്മേളന പ്രതിനിധികൾ. നയരേഖ പാർട്ടി ലൈനാണോ എന്ന സംശയം. സെസും ഫീസും ആശങ്കയുണ്ടാക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലും ആശങ്ക. നടപ്പാക്കിയാൽ തിരിച്ചടിയാകുമെന്നും പ്രതിനിധികൾ. കേരളം ചങ്ങാത്ത മുതലാളിത്തത്തിനില്ലെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട MDMA പൊതി വിഴുങ്ങിയ ആൾ മരിച്ചത് മൈക്കാവ് സ്വദേശി ഷാനിദ്. എൻഡോസ്കോപ്പിയിൽ വയറിൽ വെളുത്ത തരികൾ അടങ്ങിയ കവറുകൾ കണ്ടെത്തിയിരുന്നു. ഷാനിദ് മുൻപും ലഹരി കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. വയനാട് ബാവലിയിൽ ലഹരി മരുന്ന് പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്ക്. മലപ്പുറം താനൂരിൽ നിന്ന് നാടുവിട്ട് മുംബൈയിലെത്തിയ പെൺകുട്ടികളെ നാട്ടിലെത്തിച്ചു. പെൺകുട്ടികളെ കോടതിയിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തി. കൗൺസിലിംഗിന് ശേഷം ബന്ധുക്കളോടൊപ്പം വിടും. കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് കസ്റ്റഡി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാന്റെ കൂടുതൽ മൊഴികൾ പുറത്ത്. ഉമ്മ ഷമിയെ ആക്രമിച്ചത് ഉച്ചയ്ക്ക് 12 മണിയോടെ. മരിച്ചെന്ന് കരുതി വീട് പൂട്ടിയിറങ്ങി ചുറ്റിക വാങ്ങി. അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ ശേഷം തിരിച്ചെത്തിയപ്പോൾ ഉമ്മ മരിച്ചിരുന്നില്ലെന്നും വീണ്ടും ചുറ്റിക കൊണ്ട് തലക്കടിച്ചെന്നും മൊഴി. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ജീവനൊടുക്കിയതിൽ നിർണായക തെളിവായ ഷൈനിയുടെ ഫോണിനായി അന്വേഷണം തുടരുന്നു. വീട്ടിലും റെയിൽവേ ട്രാക്കിലും നടത്തിയ പരിശോധനയിലും ഫോൺ കണ്ടെത്താനായില്ല. ഫോണിനെ കുറിച്ച് അറിവില്ലെന്ന ഷൈനിയുടെ മാതാപിതാക്കളുടെ മൊഴി മുഖവിലക്കെടുക്കാതെ പോലീസ്. ഷൈനി സ്വന്തം വീട്ടിൽ മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്നതിലും അന്വേഷണം. മാതാപിതാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. കൊച്ചി കളമശ്ശേരിയിൽ വൻ തീപിടുത്തം. തീപിടിച്ചത് കിടക്ക നിർമ്മാണ കമ്പനിയുടെ ഗോഡൌണിൽ. KCB ഹൈ ടെൻഷൻ ലൈൻ പൊട്ടി വീണാണ് തീപിടിച്ചതെന്ന് നിഗമനം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. യുദ്ധം അവസാനിപ്പിക്കൽ ചർച്ചകൾക്ക് ഉക്രൈനേക്കാൾ ഇടപെടാൻ എളുപ്പം റഷ്യ എന്ന് ഡൊണാൾഡ് ട്രംപ്. വ്ളാഡിമിർ പുടിനെ വിശ്വസിക്കാം. പുടിനുമായി താൻ നല്ല ബന്ധത്തിലാണെന്നും യുദ്ധം അവസാനിപ്പിക്കാനാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ നാളെ ഇറങ്ങും. ഫൈനലിൽ എതിരാളികൾ ന്യൂസിലാൻഡ്. മത്സരം നാളെ ഉച്ചയ്ക്ക് 2:30 ദുബായിൽ. ഡൽഹി വിമാനത്താവളത്തിൽ 82-കാരിക്ക് വീൽചെയർ നിഷേധിച്ച് എയർ ഇന്ത്യ. വയോധിക വിമാനത്താവളത്തിൽ മുഖമടിച്ചു വീണു. മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടും വീൽചെയർ നിഷേധിച്ചെന്ന കുടുംബം. വീൽചെയർ നിഷേധിച്ചില്ലെന്ന ന്യായീകരണവുമായി എയർ ഇന്ത്യ. തിരക്ക് കാരണം വീൽചെയർ ലഭ്യമായില്ല. നടന്നു പോകാൻ തീരുമാനിച്ചത് യാത്രക്കാരി തന്നെയെന്നും വിശദീകരണം.